അമേരിക്കയുടെ ഉപദേശങ്ങളെ പോലും അവഗണിച്ച ഇറാനെതിരെ നേരിട്ടൊരു ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുമ്പോഴും ഇറാനെ ഒറ്റയ്ക്ക് കീഴടക്കുക എന്നത് ഇസ്രയേലിന് അസാധ്യമായ കാര്യമാണ്. അത്യാധുനിക വ്യോമസേന ഇസ്രയേലിനുണ്ടെങ്കിലും ഇറാന്റെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളെയും പതിനായിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാൻ അവർക്ക് കഴിയില്ല. അതിലുപരി ഹിസ്ബുള്ളയും ഹൂതികളും അടങ്ങുന്ന ഇറാന്റെ സഖ്യകക്ഷികൾ ഒരേ സമയം ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടാൽ ഇസ്രയേലിന്റെ ആരോ അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് പൂർണ്ണമായി തടയാൻ കഴിയില്ല. ഇറാനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ 15,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുമെന്ന ഇറാന്റെ പരമോന്നത നേതൃത്വത്തിന്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻപ് തങ്ങളുടെ മിസൈൽ പരിധി 2000 കിലോമീറ്ററായി ഇറാൻ പരിമിതപ്പെടുത്തിയിരുന്നുവെങ്കിലും പുതിയ നീക്കത്തോടെ അമേരിക്കൻ ഭൂപ്രദേശങ്ങൾ മുഴുവനായും ഇറാന്റെ മിസൈൽ പരിധിയിലാകും. പശ്ചിമേഷ്യയിലെ നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കാരണം വലിയ തോതിൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റേണ്ടി വന്നത് അമേരിക്കയുടെ സ്വന്തം ആയുധ ശേഖരത്തിൽ കടുത്ത കുറവുണ്ടാക്കിയിട്ടുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു. മുൻപ് തങ്ങളുടെ സഖ്യകക്ഷികളെ മാത്രം ഉപയോഗിച്ച് യുദ്ധം ചെയ്തിരുന്ന ഇറാൻ ഇപ്പോൾ തങ്ങളുടെ സൈനിക നയം പൂർണ്ണമായും അക്രമോത്സുക ശൈലിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് നേരിട്ട് വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തക്കവണ്ണം സൈന്യത്തെ സജ്ജമാക്കിക്കൊണ്ട് വലിയൊരു യുദ്ധത്തിനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ മുതിർന്നാൽ അത് അമേരിക്കയെ കൂടി ബാധിക്കുന്ന ഒരു വൻ ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ നിലപാട് തള്ളി ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ഒരുങ്ങുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളോ ആണവായുധം ഉണ്ടാക്കാനോ ഇറാനെ അനുവദിക്കില്ലെന്നും ലക്ഷ്യമിടുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ഓപ്പറേഷൻ ആണെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കി കരാറിലെത്തിക്കാനും ഗസയിൽ സമാധാന പദ്ധതി നടപ്പാക്കാനുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ പൂർണ്ണമായും തള്ളി ഇറാനെതിരെ ഏകപക്ഷീയമായ സൈനിക ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. വാഷിംഗ്ടൺ ടെഹ്റാനുമായി നയതന്ത്ര കരാറിലെത്തി യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാലും അമേരിക്കയുടെ പിന്തുണ കാത്തു നിൽക്കാതെ ഇറാനെതിരെ ഒറ്റയ്ക്ക് സൈനിക നടപടി ബ്ലൂ ആൻഡ് വൈറ്റ് ഓപ്പറേഷൻ നടത്താനുള്ള നീക്കങ്ങളിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രാലയവും. ഇറാന് യാതൊരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് നെതന്യാഹു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നും തുറന്നടിച്ചു. ഇസ്രയേലിന് ഭീഷണിയാകുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളോ ആണവ അടിസ്ഥാന സൗകര്യങ്ങളോ പുനർനിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇസ്രയേലിന്റെ ഈ നിലപാടുകൾക്കിടെ അമേരിക്കൻ ഭരണകൂടത്തിനുള്ളിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള ചർച്ചകൾ നടക്കുന്നതായും വിവരമുണ്ട്. US ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ കൂടുതൽ സൈനിക നീക്കങ്ങൾ വലിയ അപകട സാധ്യതകൾ വരുത്തിവെക്കുമെന്നും വ്യോമാക്രമണം കൊണ്ട് മാത്രം ട്രംപിന്റെ ലക്ഷ്യങ്ങൾ ഇറാനിൽ കൈവരിക്കാനാകില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, വൈസ് പ്രസിഡന്റ് JD വാൻസ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഭരണകൂടത്തിനുള്ളിൽ അഭിപ്രായ ഭിന്നതകളില്ലെന്നും US സൈനിക നീക്കങ്ങൾ വിജയകരമാണെന്നുമാണ് വൈറ്റ് ഹൗസ് വക്താക്കൾ ഇതിനോട് പ്രതികരിച്ചത്. വാഷിംഗ്ടണിന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നും താല്പര്യമുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസും സൂചിപ്പിച്ചു. ഇസ്രയേൽ ഭീഷണി ശക്തമായി നിലനിൽക്കുന്നതിനിടെ ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയി രാജ്യത്തിന്റെ സുരക്ഷാ വിഭാഗത്തിൽ നിർണായക അഴിച്ചുപണി നടത്തി. ഉന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് ബാഗർ സോൽഖാദറിനെ മാറ്റി IRGC മുൻ കമാൻഡർ മുഹ്സിൻ റസായിയെ പുതിയ സെക്രട്ടറിയായി നിയമിച്ചു. സോൽഖാദറിനെ മൊജ്തബയുടെ രാഷ്ട്രീയ ഉപദേശകനായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികളോടെ ഹോർമുസ് കടലിടുക്കിൽ പുതിയ കപ്പൽപാത തുറക്കാൻ ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലായെന്നും ഇതിന്റെ പൊതുരൂപരേഖയ്ക്ക് ഇറാനിയൻ പാർലമെന്റിന്റെ സമിതി അംഗീകാരം നൽകിയെന്നും ഇറാൻ മാധ്യമങ്ങൾ വെളിപ്പെടുത്തി.
അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി ആയുധ ഉൽപാദനം വേഗത്തിലാക്കാൻ പെന്റഗൺ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് ചതിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ വികാരം എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. ഒരുമിച്ച് നിന്ന അമേരിക്കയെ എതിർത്താണ് ഇപ്പോൾ ഇസ്രയേലിന്റെ നിലപാട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ആരെയും എതിർക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതിനർത്ഥം വേണ്ടി വന്നാൽ അമേരിക്കയെ പോലും എതിർക്കാൻ തയ്യാറാണെന്നതാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായാലും അമേരിക്കയുടെ പ്ലാൻ എല്ലാം തന്നെ താളം തെറ്റുകയാണ്.